ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു കീ ചെയിൻ അല്ലെങ്കിൽ നമുക്ക് ബാഗിലൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയ ബാഗ് ഹോൾഡറൊക്കെ ഉണ്ടാക്കി വെക്കാം. നമുക്ക് കീ ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ബാഗിൽ തൂക്കിയിടാനൊക്കെ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ്ങിൻ്റെ ഒരു കയറും നമ്മൾ കൊടുത്തിട്ടുണ്ട്, കോഡും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് കളേഴ്സിൽ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിൽ നമ്മൾ 2 ലീഫൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു ലീഫിൻ്റെ ഭാഗമൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്കിങ്ങനെ ബാഗിലൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് കീ ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഏത് അളവിലും വേണമെങ്കിലും ചെയ്തെടുക്കാം, ചെറിയ സൈസിലും ചെയ്യാം. നമ്മളിപ്പോൾ ഇതൊരു മീഡിയം സൈസിലാണ് ചെയ്തിട്ടുള്ളത്. ബാഗിലോ അല്ലെങ്കിൽ നമുക്ക് കീ ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആ 10 രൂപേൻ്റെ നോർമൽ ആക്രിലിക് യാണ് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏത് യാണിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ലിപ്പ് നോട്ടിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 47 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. യാണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ 47 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 47 ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സൈസ് ആണെങ്കിൽ നിങ്ങൾ 37 ഒക്കെ ചെയിൻ സ്റ്റിച്ച് ചെയ്താൽ മതി. അതല്ല വലിയ സൈസ് വേണമെങ്കിൽ 47 ഉള്ളത് 57 67 അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിന് നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് എത്ര സൈസിലാണോ അത് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഇനി നമുക്ക് യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് 1 2 3 4 5 5 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 6ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ നമുക്ക് 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. നമ്മൾ ഈ ഒരു 5 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 6ാമത്തെ ചെയിനിലാണ് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ 1 2 3 ചെയിൻ ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക. ഈ സെയിം സ്പേസിൽ ഈ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് ഈ സെയിം സ്പേസിൽ തന്നെ യാൺ ഓവർ ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു സെയിം സ്പേസിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയിൻ 3 ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. നമ്മൾ ഇവിടുന്ന് 1 2 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിൽ യാൺ ഓവർ ചെയ്തിട്ട് 3ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. ഇനി ഇവിടുന്ന് നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ഡബിൾ ക്രോഷ്യേൻ്റെ ആ ഒരു സെയിം ചെയിനിൽ തന്നെ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു വി സ്റ്റിച്ചാണ് കിട്ടുക. ഇവിടെ നമുക്കൊരു വി സ്റ്റിച്ച് കിട്ടി. ഇവിടെയും നമുക്കൊരു വി സ്റ്റിച്ച് കിട്ടി. 2 വി സ്റ്റിച്ച് കിട്ടി. അതിൻ്റെ ഇടയിൽ നമ്മൾ 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് പിന്നെ വീണ്ടും നമ്മളിവിടെ താഴെ ഭാഗത്ത് 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 3 ചെയ്യുക. 1 2 3 ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ഈ സെയിം സ്പേസിൽ ഇപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത വി സ്റ്റിച്ച് കിട്ടി. ഇനി നമ്മൾ താഴെ ഭാഗത്ത് ചെയിൻ സ്റ്റിച്ച് ഇട്ട് ഇവിടെ നിന്ന് നമ്മൾ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 3ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ 3 ചെയിൻ ചെയ്യാം. 1 2 3 ഇനി യാൺ ഓവർ ചെയ്തിട്ട് ഈ സെയിം ഡബിൾ ക്രോഷ്യ ചെയ്ത ഈ സെയിം സ്പേസിൽ നമുക്കൊരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം.
അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ഒരു വി സ്റ്റിച്ച് വീണ്ടും കിട്ടി. ഇനി നമുക്ക് ഇവിടുന്ന് 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 3 ചെയ്യുക, 1 2 3. വീണ്ടും സെയിം സ്പേസിൽ ഈ ഡബിൾ ക്രോഷേ ചെയ്ത് സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷേ കൂടി ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വി സ്റ്റിച്ച് കിട്ടി കേട്ടോ, അടുത്ത വി സ്റ്റിച്ച് കിട്ടി. വീണ്ടും നമ്മളിവിടെ താഴെ ഭാഗത്ത് 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക, മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിവിടെ 3 ചെയിൻ ചെയ്യുക, 1 2 3. വീണ്ടും നമുക്ക് ഈ ഡബിൾ ക്രോഷേ ചെയ്ത സെയിം സ്പേസിൽ നമുക്കൊരു ഡബിൾ ക്രോഷേ കൂടി ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാറ്റേൺ നമ്മൾ ഇങ്ങനെ ഈ ഒരു എൻഡ് വരെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഒരു വി സ്റ്റിച്ച് ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ താഴെ ഭാഗത്ത് 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, 1 2 3. ഇനി നമ്മൾ സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വി സ്റ്റിച്ച് കിട്ടി. ഇങ്ങനെ ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ ചെയിൻ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഒരു വി സ്റ്റിച്ച് എന്നുള്ളത് ചെയ്ത് ലാസ്റ്റ് ചെയിനിൽ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ചെയിനിലും നമ്മൾ ഒരു വി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമുക്ക് ഇവിടുന്ന് 3 ചെയിൻ ചെയ്ത് കൊടുക്കാം, 1 2 3. 3 ചെയിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ വർക്ക് ഇങ്ങോട്ട് ബാക്ക് സൈഡിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ട് പിന്നെ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ ഒരു സ്പേസിലാണ് നമ്മൾ ഈ 3 ചെയിൻ ചെയ്ത് ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, 2 ലൂപ്പിനോട് പുറത്തേക്ക് എടുക്കുക, യാണോ ചെയ്യുക, 2 ലൂപ്പിനോട് പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമ്മൾ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 3 ചെയിന് ഒരു ഡബിൾ ക്രോഷേ ആയിട്ട് കൗണ്ട് ചെയ്യും, 1 2 3. അപ്പോൾ 3 സ്റ്റിച്ചായി. ഇതിൽ ഒന്നും കൂടി ചെയ്യുക. അങ്ങനെ നമ്മൾ ടോട്ടൽ 4 സ്റ്റിച്ചാണ് ഈ ഒരു സ്പേസിൽ ചെയ്യുന്നത്. ഇനി ഈ ഒരു സ്പേസ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്ക് ഉണ്ടോ ഈ അടുത്ത വി സ്റ്റിച്ച് ഇവിടെ ആണ്. ഈ വി സ്റ്റിച്ചിൻ്റെ ഇവിടെ നമുക്കൊരു സ്പേസ് കാണും. ഈ വി സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിവിടെ 2 ചെയിൻ അടിയിൽ സ്കിപ്പ് ചെയ്തിട്ടുള്ള ഇവിടെ ഉണ്ടല്ലോ, ഇവിടേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. യാണോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ 3 ചെയിനും 3 ഡബിൾ ക്രോഷയും ചെയ്തു. അതിന് ശേഷം ഈ ഒരു ഗ്യാപ്പിൽ നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ അടുത്ത വി സ്റ്റിച്ച് ഉണ്ടല്ലോ, നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അടുത്ത വി സ്റ്റിച്ച് ആയിട്ട് കാണാൻ പറ്റും. ആ വി സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണോ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് 5 എണ്ണം ചെയ്ത് കൊടുക്കുക. 1 ഈ ഇതിലേക്ക് തന്നെ പിന്നെ ഹുക്ക് സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 3 4 5. അപ്പോൾ നമ്മളിവിടെ 5 ഡബിൾ ക്രോഷേ ഈ ഒരു സ്പേസിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അടുത്ത വി സ്റ്റിച്ചിൻ്റെ ഇവിടെ ആയിട്ട് നമുക്കൊരു സ്പേസ് കാണും. ഈ ഒരു സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് അടുത്ത വി സ്റ്റിച്ചാണ് കാണുക. ആ വി സ്റ്റിച്ചിലേക്ക് യാണോ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 6 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6. ഈ ഒരു സ്പേസിൽ നമ്മൾ 6 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇങ്ങനെ ഇനി നോക്കുമ്പോൾ അടുത്ത വി സ്റ്റിച്ചിൻ്റെ മുന്നിലായിട്ട് നമുക്ക് ഈ ഒരു സ്പേസ് കാണും. ഇതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും അടുത്ത വി സ്റ്റിച്ചിൽ നമ്മൾ 7 ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 1 2 3
4 5 6 7 7 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 4 എണ്ണം ചെയ്തു, അടുത്തതിൽ 5 എണ്ണം ചെയ്തു, അടുത്തതിൽ 6 എണ്ണം ചെയ്തു. ഇതിൽ നമ്മൾ 7 സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത വി സ്റ്റിച്ചിൻ്റെ മുന്നിലായിട്ട് ഈ ഒരു ഗ്യാപ്പ് കാണാം, അതിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത ചെയിനിൽ നമ്മൾ 7 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇനിയുള്ള എല്ലാ വി സ്റ്റിച്ചിലും നമ്മൾ 7 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അടുത്തതിൽ യാണോവ ചെയ്ത് അടുത്ത വി സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 1 2 3 4 5 6 7 7 ചെയ്തു. 7 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് നമ്മൾ ഈ ഒരു വി സ്റ്റിച്ചിൽ ചെയ്തു. നിങ്ങൾ നോക്കുമ്പോൾ ഈ അടുത്ത വി സ്റ്റിച്ചിൻ്റെ മുന്നിലുള്ള ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും തൊട്ടടുത്ത വി സ്റ്റിച്ചിൽ നമുക്ക് ഈ ഒരു സ്പേസിൽ 7 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഒരു ഇവിടെ എത്തുന്നവരെ നമുക്ക് ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം നമ്മൾ ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ സ്പേസിൽ 7 ഡബിൾ ക്രോഷ്യ, ഒരു അടുത്ത സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് ഈ ഒരു ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് വി സ്റ്റിച്ചിലും നമുക്ക് ഒരു 7 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 7 7 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു സ്പേസ് ആണുള്ളത്, ആ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 ലൂപ്പ് കിട്ടും, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് നമ്മൾ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചെയിൻ 1 ചെയ്യാം. നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് ടൈലിൻ്റെ അധികം എടുത്തിട്ട് യാണ് കട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഈ യാണ് ഇങ്ങനെ വലിച്ചിട്ട് പുറത്തേക്ക് എടുത്ത് കൊടുക്കാം. അപ്പോൾ യാണിവിടെ ടൈറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൂടുതലുള്ള യാണ് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ നല്ല ഭാഗമാണ്, ഇത് ചീത്ത ഭാഗമാണ്. അപ്പോൾ നല്ല ഭാഗമാണ് നമ്മൾ ഉള്ളോട്ടാക്കിയിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയ സൈസ് ആകുമ്പോൾ കുറച്ച് ചുറ്റാണ്ടാവുള്ളൂ. ഇതൊരു മീഡിയം സൈസ് ആയതുകൊണ്ടാണ് ഇത്ര. ഇനി ഇതിലും വലുത് വേണമെങ്കിൽ നിങ്ങൾ ചെയിൻ സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി റോസ് ഫ്ലവർ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ അതിങ്ങനെ പോരും. അപ്പോൾ പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് ഊരിയതാണ്. ഒന്നുകൂടി നമുക്കിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ടൈലൻ്റ് അധികം എടുത്ത ടൈലൻറ്റിലേക്ക് നമുക്ക് ഈ ഒരു നീഡിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ നീഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സെയിം കളർ യാണ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. സെയിം കളർ യാണാകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വേറൊരു കളർ യാണാകുമ്പോൾ അതിങ്ങനെ കാണും.
ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാ ഭാഗവും ഒന്നിങ്ങനെ തുന്നി കൊടുത്താൽ മതി. ഈ ഒരു ഭാഗമൊക്കെ അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ആവണം, അങ്ങനെ പോരരുത്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നോക്കിയിട്ട് എല്ലാ ഭാഗവും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. 3-4 പ്രാവശ്യം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒന്ന് നോട്ട് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ടൈലൻഡ് എടുത്തിട്ടുള്ള ഒരു യാണും ഉണ്ടാവും ഇവിടെ. ഈ ടൈലൻഡ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയിൻ സ്റ്റിച്ച് എടുക്കുമ്പോൾ ടൈലൻഡ് എടുത്തിട്ടുള്ള ഈ ഒരു യാണാണിത്. ഈ യാണും ആ യാണും ഇപ്പോൾ ഉള്ള രണ്ടെണ്ണിങ് യാണും സ്റ്റിച്ച് ചെയ്യുന്ന യാണും തമ്മിൽ നമുക്കൊന്ന് കൂട്ടിയിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക. അതിന് ശേഷം ഈ ബാലൻസ് വരുന്ന യാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായ ഫ്ലവർ മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രോക്കിൽ ഇതിലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഹെയർ ബാൻഡിൽ, ഹെയർ ബോല് നമുക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു കീ ചെയിന് ഇങ്ങനെ തന്നെ നമുക്ക് ഇവിടെ കീ ചെയിൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ലീഫ് വേണമെന്നില്ലാത്തവർക്ക് ഇവിടെ ഇങ്ങനെ ഒരു കീ ചെയിൻ മാത്രം ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമ്മളിതിൻ്റെ കൂടെ ഒരു ലീഫും കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലീഫ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ലീഫിന് ഞാൻ ഗ്രീൻ കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. 4 പ്ലേയുടെ യാണും 2.5 mm ഹുക്ക് സെറ്റൊക്കെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 3 ചെയിൻ ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഇനി നമുക്ക് 10 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് വേണ്ടത്. നമ്മൾ 1 ചെയ്തു. ഇനി ബാക്കി 9 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുക. 1 ചെയ്തു, 2 സെൻറ്ററിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 3 സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 4 5 6 7 8 9 10 10 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ഒരു ടൈലൻഡ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ചെയ്ത ഈ 3 ചെയിൻ അല്ലാത്ത ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ ടോപ്പിൽ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന അവിടെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പ് കൊട്ടു ഈ ഒരു ലൂപ്പിനോട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് 3 ചെയിൻ ചെയ്യാം. 1 2 3. ഇനി നമ്മൾ എല്ലാ ചെയിനിലും 2 വീതമാണ് ചെയ്യുന്നത്. ഈ 3 ചെയിൻ നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിലും 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ 10 ചെയിനിലും 2 വീതം ചെയ്യുമ്പോൾ നമുക്ക് 20 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും കേട്ടോ. നമുക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് റൗണ്ട് നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇത് ബാക്ക് സൈഡിലേക്ക് പോകുന്ന വർക്ക് ആയതുകൊണ്ട് നമുക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ താഴെ നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് 10 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ ഈ 10 സ്റ്റിച്ചിലും നമ്മൾ 2 വീതം വെച്ച് ചെയ്തിട്ട് ഈ 10 സ്റ്റിച്ചിനെ
നമ്മൾ 20 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വലിയ റൗണ്ട് ഷേപ്പിൽ കിട്ടും. നിങ്ങൾ ബിഗിനേഴ്സ് ആകുമ്പോൾ സ്റ്റിച്ചസ് ഒക്കെ കൗണ്ട് ചെയ്ത് വേണം ഓരോ റൗണ്ടിലും ചെയ്യാൻ കേട്ടോ. ഇത് നമുക്ക് എല്ലാ കളേഴ്സിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മളെ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള കുറച്ച് കളേഴ്സിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ നിങ്ങളെ കയ്യിൽ യാണുള്ളത് അത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കാം. അത് ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ നമുക്ക് നമ്മളെ ബാഗിലൊക്കെ തൂക്കിയിടാനും അതുപോലെ നമുക്ക് ഡ്രസ്സിലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിലും രണ്ടെണ്ണം വീതം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യേൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇത് 3 ചെയിനല്ല, ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യേൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു റൗണ്ടിൽ നമ്മൾ ബാക്ക് സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് 9 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലീഫ് ചെയ്യാനായിട്ട് 9 ചെയിൻ സ്റ്റിച്ചാണ്. 1 2 3 4 5 6 7 8 9. ഞാനിവിടെ 9 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, രണ്ടാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, yarn over ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത ചെയിനിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, yarn over ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. yarn over ചെയ്ത് 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മളൊരു സ്ലീവ് സ്റ്റിച്ചും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചും ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ നമ്മൾ yarn over ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, yarn over ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 3 സ്റ്റിച്ചിലും ഓരോ സ്റ്റിച്ചിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. yarn over ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അടുത്ത ചെയിനിലും നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അടുത്ത ചെയിനിലും നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ 3 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ നമ്മൾ yarn over ചെയ്തിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. yarn over ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്ത് ഈ 3 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇത് നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചാണ്. ഈ ഒരു ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പ് കിട്ടും. yarn over ചെയ്ത് 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ലീഫ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടെ തന്നെ ഈ സെയിം സ്പേസിൽ തന്നെ നമുക്ക് ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. yarn over ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ഒരു പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യാനായിട്ട് നമുക്ക് 9 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5 6 7 8 9. 9 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിൽ നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ അടുത്ത ചെയിനിലും നമ്മൾ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. മൂന്നാമത്തെ ചെയിനിലും നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള 3 ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ലാസ്റ്റ് ചെയിനിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മളൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു.
ഇനി നമ്മൾ ഇവിടെ തന്നെ ഈ താഴത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത നേരത്തെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത സെയിം സ്പേസിൽ തന്നെ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. 2 ചെയിൻ കിട്ടും. ഒരു ചെയിനിനെ ഒരു ചെയിനിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ 2 ലീഫ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കോഡ് ഉണ്ടാക്കുക, കയറുണ്ടാക്കുക, ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ 40 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40. ഞാനിവിടെ 40 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സ്ലീവ് സ്റ്റിച്ചിൻ്റെ അവിടെ തന്നെ നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. ആ സ്പേസിൽ നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിൻ്റെ കൂടെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് കുറച്ച് ടൈലൻ്റ് അധികം എടുത്തിട്ട് നമുക്ക് യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു യാൺ ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കും. ഇനി നമുക്ക് ഈ ഒരു യാൺ ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള യാണ്, ഈ യാണ് നമുക്ക് ഒന്ന് ഹുക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിച്ചിങ് നീഡിലിൽ ഒന്ന് നമുക്ക് കോർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫ്ലവറിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു യാൺ ഉണ്ടല്ലോ, നമ്മൾ ടൈലൻ്റ് എടുത്തിട്ടുള്ള മാജിക് സർക്കിളിന് ടൈലൻ്റ് എടുത്തിട്ടുള്ള ഈ ഒരു യാണ് നമുക്കിങ്ങനെ നല്ല ഭാഗത്തേക്ക് ആക്കി കൊടുക്കാം. ഈ ഒരു ഭാഗത്തേക്ക് അധികം യാണുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ബാക്ക് സൈഡാണ് ഇത്, നല്ല ഭാഗം ഉള്ളോട്ടാക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മളെ ലീഫൊക്കെ നല്ല ഭാഗത്തേക്ക് ഇങ്ങനെ കാണണമെങ്കിൽ ഈ ഒരു ഭാഗം നമ്മൾ നല്ല ഭാഗം തന്നെ വെക്കണം. ഇത് നല്ല ഭാഗമാണ്. ഇതാണ് നമ്മളെ ബാക്ക് സൈഡ്. അപ്പോൾ ബാക്ക് സൈഡ് നമ്മൾ നല്ല ഭാഗം നമ്മൾ ഉള്ളോട്ടാക്കിയിട്ട് ബാക്ക് സൈഡാണ് ഇവിടെ കാണുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ലീഫ് നല്ല റെഡിക്ക് കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ വെക്കണം കേട്ടോ. അപ്പോൾ അത് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു യാണ്, ഈ ഒരു നമ്മൾ എടുത്തിട്ടുള്ള ഇത് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു നോട്ട് ഇട്ട് കൊടുത്തിട്ട് യാണ് കട്ട് ചെയ്യാം. യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഈ ഒരു യാണുണ്ടല്ലോ, അത് നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഹൈഡാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ കീ ചെയിന്
ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കീ ചെയിൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. എല്ലാത്തിനും മറുപടി ഞാൻ തരും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാനത് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഒരു ഹാർട്ടെങ്കിലും ഇട്ടിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ.